ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പൊതുവിൽ ഇവിടുന്ന് ആര് പോയാലും അങ്ങനെ തിരിച്ചിങ്ങോട്ടേക്ക് വരാറില്ല. അവിടെ തന്നെ സെറ്റിലാവാനായിട്ടാണ് ശ്രമം. വളരെ അപൂർവം ആൾക്കാരുള്ളൂ തിരിച്ചു വരുള്ളൂ. അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുള്ളൂ. കാരണം എപ്പോഴും ലോകത്ത് വികസ്വര രാജ്യവും വികസിത രാജ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവരുടെ ലിവിങ് സ്റ്റൈലിൽ വ്യത്യാസം ഉണ്ടാവും, അവിടുത്തെ ക്ലൈമറ്റിൽ വ്യത്യാസം ഉണ്ടാവും, അവിടുത്തെ പൊല്യൂഷനിൽ വ്യത്യാസം ഉണ്ടാവും, അവിടുത്തെ ട്രാൻസ്പോർട്ടിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇപ്പം UK, ജർമ്മനി, അതുപോലെ തന്നെ കാനഡയൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയപ്പെട്ട രാജ്യങ്ങളെല്ലാം ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയത് പേഴ്സണലായിട്ട് ഓസ്ട്രേലിയയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളിൽ പോലും സെറ്റിലാകാനൊക്കെ പറ്റും, പക്ഷേ എന്നാലും കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. എന്ന് പറഞ്ഞിട്ട് ഇപ്പം ജർമ്മനിക്കോ UK-ക്കോ കാനഡയ്ക്കോ ഒരു കുട്ടി പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് എന്നെ വന്ന് സമീപിച്ചാൽ, ഏത് രാജ്യത്തേക്ക് സമീപിച്ചാലും നമ്മൾ ആ കുട്ടിക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കും.